ഹായ് ഡിയേഴ്സ്, കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ബുള്ളിയൻ നോട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിച്ചു. ഇന്ന് നമുക്ക് ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ബുള്ളിയൻ നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ബുള്ളിയൻ റോസ് ചെയ്തെടുക്കാൻ പറ്റും. 6 ലെയറിലാണ് ഞാൻ ത്രെഡ് എടുത്തിരിക്കുന്നത്. സെൻറ്ററിലായിട്ട് നമുക്കൊരു ചെറിയ ബുള്ളിയൻ നോട്ട് കൊടുക്കാം. ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സെൻട്രലായിട്ട് ചെയ്യുന്ന ബുള്ളിയൻ നോട്ടിന് നമ്മൾ ഇതുപോലെ ഒരു 8 പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയാവും. പതുക്കെ ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ നീഡിൽ ഇറക്കി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു ബുള്ളിയൻ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്തായിട്ട് ഇതേ വലിപ്പത്തിൽ തന്നെ ഒരു ബുള്ളിയൻ നോട്ട് കൂടെ ചെയ്തെടുക്കാം. ഫ്രെയിം ഫിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഫ്രെയിം ഫിക്സ് ചെയ്യാതെ ചെയ്യുന്നത് ഇതിൻ്റെ അടുത്തായിട്ട് ഒത്തിരി സ്റ്റിച്ചുകൾ ഉള്ളതുകൊണ്ട് അത് ചീത്തയായി പോകാണ്ടിരിക്കാനാണ്. ഇപ്പോൾ ചെയ്ത 2 ബുള്ളിയൻ നോട്ടും ഫ്ലവറിൻ്റെ സെൻട്രലായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത്തിരി കൂടി വലുപ്പമുള്ള ബുള്ളിയൻ നോട്ടാണ്. ഈ ഒരു സൈഡിൽ നിന്ന് നീഡിൽ കുത്തിയെടുത്തതിന് ശേഷം അല്പം ചെരിച്ചൊന്ന് കുത്തി കൊടുക്കാം. ആദ്യം ചെയ്ത ബുള്ളിയൻ നോട്ടിൽ നമ്മൾ ചുറ്റു കൊടുത്തിരിക്കുന്നത് ഒരു 8 എണ്ണമാണ്. ഇതിന് നമുക്കൊരു 15 എണ്ണമൊക്കെ കൊടുക്കാവുന്നതാണ്. നമുക്ക് വേണ്ട സ്റ്റിച്ചിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഈ ചുറ്റുകളുടെ എണ്ണം കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാവുന്നതാണ്. ഈ ചുറ്റ് ഇളകി വരാതിരിക്കാനായിട്ട് പതുക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇതുപോലെ നീഡിൽ വലിച്ചെടുക്കാം. ഒത്തിരി ടൈറ്റിൽ ത്രെഡ് ചുറ്റിയാൽ നമുക്ക് വലിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് ഒത്തിരി ടൈറ്റും ഒത്തിരി ലൂസും അല്ലാത്ത രീതിയിൽ വേണം ചുറ്റി കൊടുക്കാനായിട്ട്. ഇനി നീഡിൽ താഴെ ഇറക്കി കൊടുക്കാം. സെൻട്രലായിട്ട് വരുന്ന ബുള്ളിയൻ നോട്ടില്ലേ, അതിൻ്റെ ചുറ്റുമായിട്ട് വരുന്ന രീതിയിലാണ് ഇനി വരുന്ന ബുള്ളിയൻ നോട്ട്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഈ മുന്നേ ചെയ്ത ബുള്ളിയൻ നോട്ടിനെ കവർ ചെയ്യുന്ന രീതിയിൽ നീഡിൽ കുത്തി കൊടുക്കാം. അതിൻ്റെ ഒരു 1/4 ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ കുത്തിയെടുത്തതിന് ശേഷം നേരത്തെ ചുറ്റിയ അത്രയും ചുറ്റുകൾ ഇതിലും ചുറ്റിച്ചു കൊടുക്കാം. അടുത്തൊരു ബുള്ളിയൻ നോട്ട് കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ബുള്ളിയൻ നോട്ട്സ് നമുക്ക് ചെയ്ത് കൊടുക്കാം. സെയിം വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. ഒരു ബുള്ളിയൻ റോസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലും വലുപ്പം വേണമെങ്കിൽ ഇതിനും ചുറ്റുമായിട്ട് ഇനിയും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിന് ചുറ്റുമായിട്ട് കുറച്ചുകൂടി ബുള്ളിയൻ നോട്ട്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വലുപ്പമുള്ള ബുള്ളിയൻ റോസ് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സെൻട്രലായിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടും ബുള്ളിയൻ റോസ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്തൊരു ബുള്ളിയൻ റോസാണിത്. ഏതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റിച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.